സജീഷ്, ഇതൊരു മാതൃക തന്നെ കാട്ടുകയുണ്ടായി എന്നാണ് രോഹിത് പറയുന്നത്. ഇവിടെ അപ്പോൾ തന്നെ ആ നിമിഷം തന്നെ തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമല്ല, പറഞ്ഞയാൾ തിരുത്തുകയും ചെയ്തു. പക്ഷേ അവിടെ ഈ മാപ്പിൽ തീരുന്നതല്ല ഈ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്വാനം ചെയ്യുകയായിരുന്നു അടുത്ത ആക്രമണത്തിന്. ആ രീതിയിലാണ് ഇപ്പോൾ രോഹിത് പറഞ്ഞ ഇതേ കാര്യം തന്നെയാണ് സതീഷിനും ഇന്ന് പറഞ്ഞത്. അപ്പോൾ തിരുത്തുവാൻ തയ്യാറായിട്ടും നിങ്ങളത് ആ തിരുത്തൽ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. നിങ്ങൾ ഇതിനു മുൻപ് ഒരിക്കലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ട് തിരുത്തിയിട്ടുമില്ല എന്ന്. ശ്രീ മഞ്ജുഷ്, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഖേദപ്രകടനത്തിൽ അവസാനിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ ഖേദപ്രകടനത്തിന്റെ മുമ്പും അതിനുശേഷവും എല്ലാം തന്നെ ഇവരിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ രീതി. ഇത് ജനങ്ങളുടെ മുന്നിൽ കൂടുതൽ തുറന്നു കാണിക്കപ്പെടേണ്ടതുണ്ട്. അത് തന്നെയാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇത് കൂടുതൽ ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു കാണിക്കപ്പെടേണ്ടതുണ്ട്, നിയമപരമായി നേരിടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ ഇലക്ഷന്റെ ഭാഗമായി നടത്തിയത് ഇതാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഏറ്റവും കൃത്യമായി ഈ കാര്യങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കൂ, എന്തെല്ലാം രീതിയിലാണ് പറഞ്ഞത്. കേവലമായ ഈ പരാമർശം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ കാണേണ്ടത് ഈ വർഗീയ പരാമർശം വളരെ കൃത്യമായി ഈ വേദിയിൽ വെച്ച് നടത്തി. അപ്പോഴും ഇവരാരും അനങ്ങിയില്ലല്ലോ. ഈ വി ഡി സതീശൻ അനങ്ങിയോ? അപ്പുറത്ത് ലീഗിന്റെ നേതാക്കന്മാരുണ്ട്, അവരനങ്ങിയോ? ഷാഫി പറമ്പിലുണ്ട്, അവരനങ്ങിയോ? ആരും അനങ്ങിയില്ല. നിങ്ങൾ നോക്ക്, ഈ മുക്കം ഫൈസി എന്ന് പറയുന്ന മതപണ്ഡിതൻ, അദ്ദേഹത്തിനെ അവഹേളിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് CAA-ക്കെതിരായി, പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായി കോഴിക്കോട് നടന്ന പരിപാടിയിൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി, ഇടതുപക്ഷത്തിന് വേണ്ടി അദ്ദേഹം നിസ്കരിക്കാൻ മുട്ടിപ്പോയി എന്നാണ്. നിസ്കരിക്കാൻ മുട്ടിയിട്ട് നിസ്കരിക്കുന്നയാളാണ് എന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ കോഴിക്കോട് പ്രദേശത്തും ഒക്കെ അത്തരത്തിൽ മുട്ടി എന്ന് പറയുന്നതിന് കുറെ അർത്ഥങ്ങളുണ്ട്. അത് ആളുകൾക്കറിയാം. എല്ലാ ഭാഗത്തേക്കും എങ്ങനെ അത് എടുക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരാളാണ് എന്ന് അദ്ദേഹത്തെ ചിത്രീകരിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഇവർക്ക് അദ്ദേഹത്തോടും ദേഷ്യമുണ്ട്. അതാണല്ലോ ലീഗിന്റെ നേതാക്കന്മാർ KM ഷാജി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരായി പരസ്യമായി സംസാരിക്കുന്നു. ആർക്കെല്ലാം എതിരായിട്ടാണോ UDF-ന്റെ നേതാക്കന്മാർ മുമ്പ് സംസാരിച്ചിട്ടുള്ളത് അവരുടെയെല്ലാം പേരെടുത്ത് അവഹേളിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഈ നിലപാടിന് മറുപടി പറയണ്ടേ? ഇത് ബോധ്യപ്പെടേണ്ടേ? ഇവിടെ ഇവർ എപ്പോഴും ഇപ്പോ മണിക്കൂറുകൾക്ക് ശേഷം മാപ്പ് പറഞ്ഞു, ഖേദം പ്രകടിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഖേദം നമ്മൾ കേട്ടതാണല്ലോ. മാതൃഭൂമി ചാനലിൽ താങ്കളുടെ ഈ ഖേദത്തിൽ ഒതുങ്ങുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഖേദം മാത്രമല്ല, ഞാൻ അതിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ ആലോചിക്കുന്നുണ്ട് എന്നാണ്. അതാണ് ഹരിഹരന്റെ മറുപടി. ഈ വൃത്തികെട്ടവൻ ഇതിനപ്പുറത്തേക്ക് ഇങ്ങനെയല്ലേ സജീഷ്? ഒരു ചാനലിലൂടെ CPM-കാർ നടത്തിയ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളെ കുറിച്ചല്ലേ അങ്ങനെയല്ലേ അദ്ദേഹം ഉദ്ദേശിച്ചത്? അങ്ങനെയല്ലേ അദ്ദേഹം പറഞ്ഞത്? അതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതാൻ ഉദ്ദേശിക്കുന്നു അല്ലെ? അതല്ലേ താങ്കൾ ഉദ്ധരിച്ചത്? അല്ല, നിങ്ങൾ ഇതൊന്നും കേട്ടിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ കേൾപ്പിച്ചു കയ്യിലുണ്ട്. അതായത് മാതൃഭൂമിയുടെ അവതാരക കേവലം ഒരു ഖേദത്തിൽ ഒതുങ്ങുന്നതാണോ ഇത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി എന്താണ്? അദ്ദേഹത്തിന്റെ മറുപടി വളരെ കൃത്യമായി അദ്ദേഹം പറയുകയാണ്, ഞാൻ ഖേദത്തിൽ ഒതുക്കുന്നില്ല, ഞാൻ ഇതിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ ആലോചിക്കുന്നുണ്ട് എന്ന്. ആ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകയും പുച്ഛിക്കുകയാണ്. ഇത്രയും പുച്ഛത്തോടുകൂടി അദ്ദേഹം വീണ്ടും സംസാരിക്കുന്നു. എന്നിട്ട് RMP നേതാവ് വേണു വന്നിട്ട് ഇന്ന് പറയുകയാണ് മഹാത്മാഗാന്ധിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ വൃത്തികെട്ടവനും ഒരു തെറ്റുപറ്റി എന്നുള്ള രീതിയിലല്ലേ പറയുന്നത്? ഈ രീതിയിലാണോ? മഹാത്മാഗാന്ധിയുമായിട്ടാണോ ഈ പറഞ്ഞ പരാമർശത്തെ ഉപമിക്കേണ്ടത്? മഞ്ജു വാര്യർ എന്ന് പറയുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു നടിക്കെതിരായി മോശമായ പരാമർശം നടത്തുന്നു. അത് മഹാത്മാഗാന്ധിയുമായി ഉപമിക്കേണ്ടതാണോ? ശൈല ടീച്ചർക്കായി എതിരായി നടത്തിയ ഈ പരാമർശത്തെ മഹാത്മാഗാന്ധിയുമായി ഉപമിക്കേണ്ടതാണോ? മുക്കം ഫൈസിക്കെതിരായി നടത്തിയ പരാമർശത്തെ മഹാത്മാഗാന്ധിയുമായി ഉപമിക്കേണ്ടതാണോ? ഇവരുടെ ഖേദപ്രകടനം പോലും ആളുകളോടുള്ള വെല്ലുവിളിയാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? പിന്നെ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പിന്നീട് ബോംബേറുണ്ടായി എന്ന്. ആളുകളെ പറ്റിക്കുന്നതിലൊരു അതിരുണ്ട്. അവിടെ എന്തോ പടക്കം പൊട്ടുകയോ മറ്റോ ചെയ്തിട്ടുണ്ട്. വിഷുവിന് ബാക്കിയുള്ള പടക്കോ മറ്റോ പൊട്ടി. അത് ആര് എന്തെന്നൊക്കെ ഉള്ളത് പിന്നീട് നമുക്കറിയാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തിരുവനന്തപുരത്തിൽ UDF-ന്റെ ഒരു MLA സ്വന്തം വീടിന് തീ കൊടുത്തു എന്ന് പ്രചരിപ്പിച്ചിരുന്നു. അദ്ദേഹം ഇപ്പൊ MLA ആയിരുന്ന സമയത്താണ് അവസാനം അദ്ദേഹവും പ്രൈവറ്റ് സെക്രട്ടറിയും കൂടിയാണ് തീ കൊടുത്തിട്ട് കേസുണ്ടാക്കിയത് എന്ന് തെളിയുകയും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങേയറ്റം ജനങ്ങളുടെ മുന്നിൽ ഒറ്റപ്പെട്ടപ്പോ ഒരു കാര്യം പറയട്ടെ ഇതുകൂടി പറയട്ടെ. അല്ലല്ല, ഞാൻ മഞ്ജുഷ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒരു വാചകം കൂടിയും പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ.
പിന്നെ അദ്ദേഹം ചില വാചകങ്ങൾ കൂടി പറഞ്ഞല്ലോ. ഇവിടെ കോൺഗ്രസിന്റെ സംസ്കാരം എന്ത് എന്നുള്ളത് നമുക്ക് പരിശോധിച്ചാൽ അറിയാം. പത്മജ വേണുഗോപാലിനെതിരായിട്ട് ഇവിടെ ഒരു വ്യാജ പ്രസിഡന്റായി, വ്യാജ ID കാർഡ് അടിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആൾ അദ്ദേഹത്തിന്റെ പിതൃത്വത്തെ പോലും അപമാനിക്കുന്ന നിലയിൽ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞത് അത് എന്താണ്, പൊളിറ്റിക്കൽ പിതൃത്വമാണ് എന്നല്ലേ പറഞ്ഞത്. രാജ്മോഹൻ ഉണ്ണിത്താൻ പത്മജക്കെതിരെ പറഞ്ഞത് എന്താണ്, രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ശക്തമായ അഭിപ്രായ വ്യത്യാസം ഞങ്ങൾക്കും ഉണ്ട്, പക്ഷേ സ്വന്തം പാർട്ടിയിലുള്ള ആളെ പറ്റി, കെ കരുണാകരന്റെ മകളെ പറ്റി ഇവർ പറഞ്ഞതെന്താണ്, കോൺഗ്രസിന്റെ ആ ചരിത്രമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല. ഇവിടെ നടത്തിയെന്ന് മാത്രമല്ല അത് തുടർച്ചയായിരുന്നു. വിഷുവിന് ബാക്കി വെച്ചിരുന്ന പടക്കമാണോ ഹരിഹരന്റെ വീട്ടിൽ? അല്ല, അവര് പിടിച്ചേക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ലേ, അതിന്റെ മുകളിൽ ചുറ്റിത്തിരിയാൻ തന്നെയാണ് മഞ്ജുഷ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആരോപണം എന്നുള്ള കാര്യത്തിൽ അതിന്റെ ഗുണഭോക്താവാരാണ് എന്ന് പരിശോധിച്ചാൽ അറിയാലോ. എല്ലാവർക്കും പറയാൻ അവസരം കൊടുക്കും. ഗുണഭോക്താവാര് എന്ന് പരിശോധിച്ചാൽ അറിയാലോ. പോലീസ് കേസ് എടുത്തിട്ടുണ്ടല്ലോ. ഗുണഭോക്താവാരാണ് അതുകൂടി പറയേ. ഇന്ന് ഇത്രയും മോശമായ രീതിയിൽ UDF-നെ ജനങ്ങൾ കാണുമ്പോ അവിടെ ഒരു പടക്കം പൊട്ടിയത് ബോംബാക്കി മാറ്റി കൊടുത്ത കുറെ മാധ്യമങ്ങളുണ്ട് ഇവിടെ. അതാരാണ് വിളിച്ചു പറഞ്ഞത്, എപ്പോഴാണ് വിളിച്ചു പറഞ്ഞതെന്നൊക്കെ നമുക്കറിയാം. അതൊക്കെ അന്വേഷിക്കട്ടെ. അന്വേഷിക്കുമ്പോ മഞ്ജുഷ്ണ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ ഇവർക്ക് വേണ്ടി സംസാരിക്കരുത്. അവർക്ക് വേണ്ടി സംസാരിച്ചതൊന്നുമല്ല. ശരി രോഹിത്. അല്ല, സജീഷ് പടക്കമാണോ ബോംബാണോ എന്നൊക്കെ സജീഷിന്റെ ആഭ്യന്തര വകുപ്പ് ചോദിച്ചാൽ മതി. അവരിന്നൊരു FIR ഇട്ടിട്ടുണ്ടല്ലോ. അവർ ഈ വിഷയത്തിനകത്ത് KS ഹരിഹരന്റെ വീട്ടിലേക്ക് നടന്നു, അക്രമം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന പോലീസ് കേസ് എടുത്തിട്ടുണ്ടല്ലോ, FIR ഇട്ടിട്ടുണ്ടല്ലോ. ആരൊക്കെ പ്രതികൾ? SFI CPM ആണ്, DYFI ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇത് UDF മുന്നിലോട്ട് വെക്കുന്ന ഒരു ആരോപണമല്ല. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ പോലീസ് തന്നെ പറഞ്ഞിരിക്കുകയാണ് അക്രമം. താങ്കൾ എന്തെങ്കിലും വിളിച്ചു പറയരുത്. പോലീസ് FIR ആര് പറഞ്ഞു? കേരളത്തിലെ പോലീസ് FIR ഇട്ടിട്ടില്ലേ ഈ വിഷയത്തിനകത്ത്? കേരളത്തിലെ പോലീസ് FIR ഇട്ടിട്ടില്ലേ? ഇന്ന് FIR ഇട്ടിട്ടുണ്ടല്ലോ. കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഈ വിഷയത്തിനകത്ത് KS ഹരിഹരന്റെ വീട്ടിലേക്ക് FIR ഇട്ടിട്ടുണ്ട്. വ്യാഖ്യാനിച്ചു പോണ്ട, അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ബോംബാണോ പടക്കാണെന്നോ നിങ്ങൾ നിശ്ചയിക്കേണ്ട. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത് നിങ്ങളുടെ പോലീസ് തന്നെയാണ് FIR ഇട്ടിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് CPM-ന്റെ DYFI-ന്റെ പ്രവർത്തകരാണ് ഇതിനകത്ത് പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ പോലീസിൽ നിന്ന് FIR ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വടകര വിഷയത്തിച്ചുകൊണ്ട് അല്ല, നിങ്ങൾക്ക് കേരളത്തിൽ നിങ്ങൾക്ക് KS ഹരിഹരന്റെ വായിൽ നിന്ന് കിട്ടിയ ഒരു വാചകം ഉപയോഗിച്ച് ഒരു ഗോൾഡൻ സജീഷ് ഇവിടെ ആരും തടസ്സപ്പെടുത്തിയിരുന്നില്ല. സജീഷിന് പറയാനുള്ള മുഴുവൻ സജീഷിന് പറയാൻ സാധിച്ചിരുന്നു. രോഹിത് ഇവിടെ പറയട്ടെ. രോഹിത്